എങ്ങനെയാണ് ഊരാളുങ്കൽ സൊസൈറ്റി ഈ ടെൻഡർ പോലും വിളിക്കാത്ത തരത്തിൽ ആയി മാറുന്നത്? എനിക്ക് ഉമ്മൻചാണ്ടി സർക്കാർ അനുവാദം ആ സമയത്താണ് ഡോക്ടർ കെ എം എബ്രഹാം ഫൈനാൻസിൽ നിന്നും ഇതിന് വേണ്ടതായിട്ടുള്ള 10% പ്രിഫറൻഷ്യൽ ടെൻഡേഴ്സിൽ 10% പ്രിഫറൻഷ്യൽ കൺസിഡറേഷനും ടെൻഡർ കൂടാതെ വർക്ക് കൊടുക്കാമെന്നുള്ള ഉത്തരവുകൾ മന്ത്രിസഭയുടെ അംഗീകാരം കെ എം എബ്രഹാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചെയ്തതാണ്. അതെ, അതാണ് തുടർച്ച. അതിൻ്റെ പ്രതിപകാരമായിട്ടാണ് അദ്ദേഹം കിഫ്ബിയിലെ ചുമതലയിലേക്ക് വരുന്നത് അല്ലേ? അതെ. അല്ല, ഈ ഊരാളുങ്കൽ സൊസൈറ്റി അങ്ങനെ ഞാനൊരു കാര്യം പറയാം. കെ എം എബ്രഹാം ധനകാര്യ വകുപ്പിൽ ഇരിക്കുമ്പോഴും CPM താല്പര്യമുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫണ്ട് അദ്ദേഹം കണ്ടെത്തി കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് അന്ന് കെ എം മാണി സാറിൻ്റെ കൂടെ, കെ എം മാണി സാറിൻ്റെ അവസാനത്തെ ടെന്യൂറാണത്. അവിടെ നിന്ന് അദ്ദേഹം രാജിവെച്ച് പോവുകയായിരുന്നു. അതിൻ്റെ ബാർക്കോഴ വാട്ട് എവർ ഇസ് ദാറ്റ് കേസ്. ആ സമയത്ത് കെ എം മാണി സാറിന് രോഗബാധയുടെ ആരംഭമാണ്. സ്വാഭാവികമായിട്ടും വളരെ സമർത്ഥനായ മിനിസ്റ്ററായിരുന്നു. പക്ഷേ അദ്ദേഹം ആ സ്റ്റേജ് എത്തിയപ്പോഴേക്കും അദ്ദേഹം കുറേശ്ശെ ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങി തുടങ്ങി. ആ അവസരം ഇപ്പോഴത്തെ പോലെ തന്നെ ഞാൻ ആലോചിക്കുന്നത് കെ എം മാണി സാറ് രാജിയിലേക്ക് നീങ്ങി പിന്നെ മരണപ്പെടുന്ന ആ സാഹചര്യമാണ്. അതുപോലെ തന്നെ ആ അവസരത്തിൽ ദൗർബല്യം കണ്ടു തുടങ്ങി കഴിയുമ്പോഴേക്കും ആര് ശക്തി പ്രാപിക്കും? ഉദ്യോഗസ്ഥർ ശക്തി പ്രാപിക്കും. എന്തായാലും കൊള്ളാം, കെ എം മാണി സാറ് ഇരുന്ന സമയത്താണ് ക്യാബിനറ്റിൽ നിന്നും ഈ ഊരാളുങ്കലിൻ്റെ എല്ലാ പ്രിഫറൻഷ്യൽ അറേഞ്ച്മെൻറ്റും ചെയ്തു വാങ്ങി. ഈ ഊരാളുങ്കൽ അഴിമതിക്ക് എങ്ങനെ കൂട്ടുനിൽക്കുന്നു? അല്ല, അത് തെളിവില്ലാതെ ഞാൻ പറയില്ല. ഊരാളുങ്കൽ എങ്ങനെയാണ് ഊരാളുങ്കൽ ഡെഫിനറ്റ്ലി ഈസ് മേക്കിംഗ് വിൻഫോൾ പ്രോഫിറ്റ്സ് ഫ്രം ഗവൺമെൻറ് വർക്ക്സ്. അവരതിനെന്തെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആൻസറില്ല. അത് ഊരാളുങ്കലിനെ ശക്തമായിട്ട് ഓഡിറ്റ് ചെയ്താലേ പറ്റുള്ളൂ. ഊരാളുങ്കൽ അവർക്ക് എടുക്കാവുന്നതിൽ കൂടുതൽ ഭാരം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പല വർക്ക്സും ഇഴയുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ വർക്ക് ഊരാളുങ്കലിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ധനകാര്യ വകുപ്പ് മന്ത്രിസഭ ഒരു പോളിസി ഡിസിഷൻ എടുത്ത് ഇന്ന ടേംസിൽ വർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഞാനും കൊടുത്തിട്ടുണ്ട്. നല്ല വർക്ക് അവർ ചെയ്യുകയും ചെയ്യും. അവരുടെ പ്രൊഫഷണലിസത്തിലൊന്നും എനിക്ക് ക്വസ്റ്റ്യൻ ഇല്ല. പക്ഷേ ഊരാളുങ്കൽ അൺഫെയർ ഗെയിൻസ് ഉണ്ടാക്കുന്നുണ്ടോ? ആ ക്വസ്റ്റ്യൻ പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ.